അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിന്നുകൾ മനുഷ്യനും മനുഷ്യേതര ജീവജാലങ്ങളിലേക്കും രൂപം പ്രാപിക്കും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകമായ കഴിവാണ്. നമുക്കറിയാം, ഒരു സംഭവം. ഒരു മനുഷ്യൻ വിജനമായ സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ പോവുകയായി. അവിടെ ചെല്ലുമ്പോൾ ഒരു പാമ്പിനെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും അദ്ദേഹം ആ പാമ്പിനെ കൊല്ലുകയും ചെയ്തു. ആ മനുഷ്യൻ ഉടൻ തന്നെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടു. ആ പാമ്പിൻ്റെ സഹജീവികൾ അവിടെ ഒരുമിച്ച് കൂടി. അവർ പരസ്പരം ചർച്ച ചെയ്തു, ഈ മനുഷ്യനാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഇന്ന വ്യക്തിയെ കൊന്നിരിക്കുന്നത്, ആയതുകൊണ്ട് ഈ വ്യക്തിയെ നമുക്ക് കൊല്ലാം. ഇങ്ങനെയുള്ള ചർച്ചകൾ അവിടെ ശക്തമായി. കൂട്ടത്തിൽ അതിൽ നിന്നും മറ്റൊരു ശബ്ദം വന്നത്, നമുക്ക് ഈ വ്യക്തിയെ കൊല്ലുകയല്ല വേണ്ടത്, നമ്മുടെ ശൈഖിൻ്റെ അടുക്കലേക്ക് ഈ വ്യക്തിയെ സന്നിഹിതമാക്കാം. ആ വ്യക്തിയുടെ അവസ്ഥ, ആ വ്യക്തിയുടേതായ ഈ പാപകാര്യം ആ ശൈഖിൻ്റെ മുന്നിൽ നമുക്ക് ബോധ്യപ്പെടുത്താം, ശൈഖിൻ്റെ തീരുമാനത്തിന് വേണ്ടി വിടാം എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ട മനുഷ്യനെ ഷെയ്ഖിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്ന് ഹാജരാക്കുകയും ചെയ്തു. ആ ഷെയ്ഖ് ആ സന്നിധിയിൽ ഹാജരാക്കപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് അവിടെ കൂടിയ മറ്റ് ജിന്നുകളോട് ചോദിക്കുകയായി, നിങ്ങളിൽ നിന്നും കൊല്ലപ്പെട്ടതായ ആ വ്യക്തി തനതായ രൂപത്തിലാണോ അവിടെ പ്രത്യക്ഷപ്പെട്ടത്, അതല്ല മറ്റേതെങ്കിലും രൂപത്തിലാണോ പ്രത്യക്ഷപ്പെട്ടത് എന്ന് ചോദിക്കുകയായി. ഷെയ്ഖിനോട് അവർ പറഞ്ഞു, പാമ്പിൻ്റെ രൂപത്തിലാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുകയായി. ഉടൻ തന്നെ ഷെയ്ഖ് പ്രഖ്യാപിച്ചു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റേതല്ലാത്ത മറ്റേതെങ്കിലും രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എങ്കിൽ ആ വ്യക്തിയെ കൊന്നാൽ അതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. ആയതുകൊണ്ട് ഈ വ്യക്തിയെ വെറുതെ വിടുക, അദ്ദേഹത്തിൻ്റെ മേൽ നടപടിയെടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ ജിന്നുകൾ പാമ്പിൻ്റെ രൂപത്തിലും കഴുതയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും തുടങ്ങി പല ജീവജാലങ്ങളുടെയും രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന് ധാരാളം ഹദീസുകളിലൂടെയും ആ ഹദീസിൻ്റെ വ്യാഖ്യാനം നടത്തിയിട്ടുള്ളതായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പല കിതാബുകളിലൂടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ആ വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കറുത്ത പൂച്ചയും കറുത്ത നായയും ഇതൊക്കെ പിശാചിൻ്റെ രൂപം പ്രാപിച്ചു വരുന്നതാണ് എന്നും ഒക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധ്യമാകും. എന്നാൽ കറുപ്പ് നിറത്തിന് പൈശാചികതയെ സംഭരിക്കാനും താപശക്തി ഉണ്ട് എന്നും മജ്മുഉൽ ഫത്താവ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൈശാചികമായ ആ ഒരു ശക്തി കറുപ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ ജിന്നുകൾ കറുത്ത നിറത്തിലും കറുത്ത നിറമുള്ളതായ ജീവജാലങ്ങളിൽ കടന്നു വരും എന്നുള്ളതാണ് ഈ കിതാബിലൂടെ രേഖപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെ വീടുകളിൽ താമസിക്കുന്ന അവാമറുകളായ പാമ്പുകൾ, ആ പാമ്പുകളെ 3 ദിവസക്കാലം ആ വീട്ടിൽ നിന്നും പോകാൻ അനുവാദം കൊടുത്തുകൊണ്ട് നിർത്തണമെന്നാണ്. ഓരോ ദിവസവും ആ പാമ്പിനോട് പോകാൻ വേണ്ടി ആവശ്യപ്പെടണം. അങ്ങനെ 3 ദിവസം സാവകാശം കൊടുക്കുകയും ആ സാവകാശം കൊടുത്തിട്ടും പോയില്ല എങ്കിൽ അത് പിശാചാണ് എന്നും ആ പിശാചിനെ കൊല്ലാമെന്നുമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ 3 ദിവസത്തിനുള്ളിൽ അത് പോയാൽ അത് മുസ്ലിം ജിന്നാണ്, അനുസരണയുള്ള ജിന്നാണ്. ആ ജിന്നിനെ യാതൊരു വിധമായ ഉപദ്രവങ്ങളും ഏൽപ്പിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അബൂ സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം ഒരവസരത്തിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ ചെല്ലുകയായി. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തൊട്ടടുത്ത റൂമിലുള്ള കട്ടിലിൽ ഇരിക്കുമ്പോൾ ആ കട്ടിലിൻ്റെ അടിഭാഗത്ത് ഒരു ഞരക്കവും മൂളക്കവും കേൾക്കുകയായി. നോക്കുമ്പോൾ ശക്തമായൊരു പാമ്പാണ് അതിലുള്ളത്. ആ പാമ്പിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ശ്രമം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ സാഹിബ് റളിയല്ലാഹു തആല അൻഹു ആ നമസ്കാരത്തിൽ വെച്ച് തന്നെ എന്നോട് ആംഗ്യം കാണിച്ചിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നമസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം അബൂ സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ദേ ഈ കാണുന്ന റൂമിൽ മുമ്പ് ഒരു പുതിയാപ്പള താമസമുണ്ടായിരുന്നു. ആ പുതിയാപ്പളയുടെ കിടക്കയിൽ ഒരു പാമ്പ് പ്രത്യക്ഷപ്പെടുകയായി. ആ പാമ്പ് പുതിയാപ്പള ഇല്ലാത്ത അവസരത്തിൽ അതിൽ കയറി സ്ഥലം പിടിച്ചു. പുതിയാപ്പള വന്നു നോക്കുമ്പോൾ ആ പാമ്പ് ആ ബെഡിൽ കിടക്കുകയാണ്. ഉടൻ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്നതായ
കുന്തം കൊണ്ട് ആ പാമ്പിനെ കുത്തി നിർത്തുകയായി. ആ പാമ്പ് ആ കുന്തത്തിൽ കിടന്ന് പിടയ്ക്കുന്നു. പുതിയാപ്പള ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്തു. പാമ്പാണോ ആദ്യം മരിച്ചത്, പുതിയാപ്പളയാണോ ആദ്യം മരിച്ചത് എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ പോലും ആ പുതിയാപ്പള തൽക്ഷണം മരിക്കുകയും ചെയ്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം അറിഞ്ഞു. സംഭവം അറിഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദീനയിൽ മുഅ്മിനുകളായ ചില ജിന്നുകളുണ്ട്. ആ ജിന്നുകളോട് 3 ദിവസക്കാലം നിങ്ങൾ പോകാൻ വേണ്ടി ആവശ്യപ്പെടണം. അങ്ങനെ പോയില്ല എങ്കിൽ ആ ജിന്നുകളാകട്ടെ അവിശ്വാസികളായ ജിന്നുകളാണ്, അഥവാ ശൈത്വാന്മാരാണ്. ആ ശൈത്വാന്മാരെ നിങ്ങൾക്ക് കൊല്ലാവുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയായി. ആ ജിന്നുകളാകട്ടെ പാമ്പിന്റെ രൂപത്തിലായിരിക്കും ഒരുപക്ഷെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുക. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ട് പോയില്ല എങ്കിൽ അത് പിശാചുകളാണ്, അതിനെ കൊല്ലുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ജിന്നുകൾ പാമ്പിൻ്റെയും മറ്റ് പല ജീവജാലങ്ങളുടെയും രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ്. ധാരാളം സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ അനുഗ്രഹീത ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. അവരുടെ എല്ലാവരുടെയും കടങ്ങൾ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് വീടിക്കൊടുക്കുമാറാകട്ടെ. അതിനുള്ളതായ എല്ലാ അവസരങ്ങളും അല്ലാഹു തആല തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ട്. ഇങ്ങനെ പല ആവശ്യങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുന്ന പല ആൾക്കാരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പേരുടെയും ഉദ്ദേശങ്ങൾ അറിയുന്നവരാണ്. ആ ഉദ്ദേശങ്ങളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് സന്തോഷമാക്കി അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.